രണ്ട് വൈന പറഞ്ഞുതരാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായി, അതിപ്പം പൊട്ടിക്കെടുക്കുകയാണല്ലോ. ഇവർ ഫസ്റ്റ് എന്ത് ശ്രദ്ധിക്കേണ്ടിന്ന് അറിയാം. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, പാടത്തും ഉറപ്പുള്ള സ്ഥലത്തും മാന്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-6 മീറ്റർ താത്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഉറപ്പുള്ള പാറ വരും, കരിമ്പാറ വരുന്ന സ്ഥലങ്ങളുണ്ട്, വയൽപ്പാറ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് അവിടെ പൈലിങ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ ഒരു ഏകദേശം 1 മീറ്റർ വീതിയിൽ നല്ലൊരു റീറ്റൈനിങ് വോൾ കൊടുക്കുക. ഏത് ഈ കട്ട വരുന്നിടത്ത് മാത്രം നീളത്തിൽ കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഫില്ലർ പോലെ ഉള്ളിക്കാക്കി കൊടുക്കുക. അതൊക്കെ റോഡിൻ്റെ മണ്ണിനുള്ളിൽ പോകില്ലേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കെട്ടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇടിഞ്ഞ് ഗുലുമാലായി കിടക്കുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാവരും എന്താ പറയുക വെച്ചാൽ, ഇനി അവിടെ കട്ട വേണ്ട, പാലം മതി. കാരണം KNRC എന്ന് പറഞ്ഞാൽ മിയ വർക്കാണ്. കാരണം അതുപോലെ ഏറ്റവും വലിയ അത്ഭുതമാണ് വട്ടപ്പാറ 2 കിലോമീറ്ററോളം നീളത്തിൽ ആ പാടത്ത് 30 മീറ്റർ ഹൈറ്റ് വെച്ചുകൊണ്ട് സെറ്റപ്പ് ആക്കി കൂടെ വണ്ടി ഇപ്പോൾ പോക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു സക്സസ് ആണ്. അതൊക്കെ സിമ്പിളാക്കി പണിയെടുത്ത് തോൽക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം പാലം ഓല് ഉണ്ടാക്കുമെന്ന് സംശയമാണ്. കാരണം എക്സ്പെൻസ് കൂടുമല്ലോ, ഇനി ടൈം ഒരുപാട് കൂടും. കാരണം ഈ മാസം അവസാനത്തേക്ക് ഉദ്ഘാടനം വെച്ച സംഭവമാണത്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിലെ കട്ട മൊത്തം ആ ക്രാഷ് ബാരിയർ ഇല്ല മുകളത്തെ, അതൊക്കെ മൊത്തം ഒഴിവാക്കുക, വെയിറ്റ് കുറയ്ക്കുക, കട്ട മൊത്തം ഊരുക. എന്നിട്ട് കാരണം എന്താ മണ്ണ എന്നാലും പോരൂല. കാരണം എന്താ ഓലിങ്ങനെ ഇടിച്ചമർത്തി സെറ്റാക്കി ഉണ്ട്. പെട്ടെന്ന് പരിപാടി എടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ സൈഡിൽ എന്താക്കാന്ന് വെച്ചിട്ടാണെങ്കിൽ നല്ലൊരു ചാല് കീറിക്കാണ്ട് അവിടെ അതേമാതിരി എന്തെങ്കിലും അടി വരെ നല്ല ഉറപ്പുള്ള കൊടുത്ത് വരെ ചാല് കീറിയിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കൊണ്ടുവന്നിട്ട് ആ കട്ട വീണ്ടും കെട്ടിക്കാണ്ട് സെറ്റപ്പ് ആക്കുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിനോ, ആ കട്ടൻ്റെ വേക്കിൽ ഏകദേശം 1/2 മീറ്റർ ചില്ലിയ, ഓൺലി ചില്ലി. ആ ചില്ലി കഴിഞ്ഞിട്ടാണ് മണ്ണ് പോണത്. പക്ഷേ വേറെ കുഴപ്പമുണ്ട്, ആ നെറ്റൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ നാട്ടിൽ ഒരിക്കലും ഇപ്പം ഞങ്ങൾ ആ പണിക്ക് വിളിച്ചാൽ നമ്മൾ ആ പണിക്ക് ധൈര്യം കൊടുക്കൂല. കാരണം എന്താ, നമുക്ക് പേടിയാണ്, ഇത് ഇടിഞ്ഞു പോകും. ഭൂമിക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ മണ്ണിൻ്റെ സ്വഭാവം പല കുളത്തിലാണ് പോകുക. ഇപ്പോൾ കിണറൊക്കെ റൗണ്ടായി കെട്ടാനുള്ള മെയിൻ കാരണം എന്താ പറയുക, എന്താണ് ചതുരത്ത് കെട്ടിക്കുകയാണെങ്കിൽ കിണർ എന്തായാലും ഇടിഞ്ഞു പോകും. അങ്ങനെ വേക്കുന്ന മണ്ണ് ചീടി വന്നിട്ട് ലൂസായിട്ട് ഇടിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ റൗണ്ട് കെട്ടുന്നത്. റൗണ്ട് കെട്ടി കഴിഞ്ഞാൽ ഒന്നും ആവില്ല. പക്ഷേ ഈ KNRCൻ്റെ ആ മതിലുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ 3 നിലൻ്റെ ഹൈറ്റ്, അതേപോലെ തന്നെ ഒരു 100ഓളം മീറ്റർ നീളം വരുന്നുണ്ട്. ആ ഒരു സാധനം ഒറ്റ വോളാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ മുകളിൽ മൊത്തമായിട്ട് ക്രാക്ക് വന്ന് കിടക്കുകയാണ്. കൂടുതൽ വെള്ളം അവിടെ ചാടിക്കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ഇടിയും. ലത്തീഫ് പറഞ്ഞതുപോലെ ഇത്ര ഹൈറ്റ് വരുമ്പോൾ അതിനിടയ്ക്ക് കോൺക്രീറ്റ് ഇത് വേണമായിരുന്നു. കോൺക്രീറ്റ് നമ്മളെ നാട്ടിൽ ചെയ്യും. നമ്മളെ നാട്ടിൽ ഏകദേശം ഉണ്ടല്ലോ ഒരു 3 മീറ്റർ ഇതേപോലെ തന്നെ ഈ പറമ്പ് താന്നിട്ടാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു 3 മീറ്റർ പൊക്കാണ്ട് ഈ പറമ്പിൽ ലെവലാക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ബെൽറ്റും മറ്റേതൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യണത്. പക്ഷെ ആൾക്കാർ ഇവിടുത്തെ വെള്ളത്തിനെ പേടിക്കുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ പറഞ്ഞാൽ അപാരമഴയാണ്. വെള്ളം ഇങ്ങനെ നാട്ടിൽ കൂടെ ഒലിച്ച് പാഞ്ഞടക്കല്ലേ. കുളം കണ്ടല്ലോ, ഇവിടുത്തെ കുളം ഇപ്പോൾ വറ്റി കെടുക്കുകയാണ്. 2 മയക്കെന്ന് അറിയും. ആ വെള്ളം ഒടിഞ്ഞു തരുന്നറിയോ, പറമ്പ് തരുന്ന വെള്ളം. ഏതായാലും ലത്തീഫ് പറയുന്നത് പ്രായോഗികമായ ഒരു സാധാരണക്കാരൻ്റെ കൺസ്ട്രക്ഷൻകാരൻ്റെ വീടും അതുപോലെ തന്നെ ചെറിയ കെട്ടിടമൊക്കെ നിർമ്മിക്കുന്ന ഒരാൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എടുക്കുന്ന മുൻകരുതലാണ് ലത്തീഫ് പറയുന്നത്. അതിൻ്റെ 10-1 പോലും ഇത്ര വലിയൊരു ദേശീയപാത നിർമ്മിക്കുമ്പോൾ ഇത്ര വലിയൊരു കമ്പനി ചെയ്തില്ല എന്നുള്ളതാണ്. അശാസ്ത്രീയമാണ് ഇവരുടെ പ്രവർത്തനത്തിന് തുടക്കം മുതൽ. ഇത് അശാസ്ത്രീയമായ രീതിയാണ് എന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നതിനെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ലത്തീഫിനെ പോലെയുള്ള സാധാരണ തൊഴിലാളികളും.